2026 ലോഗോസ് ക്വിസിന് വരുന്ന 78 ചോദ്യോത്തരങ്ങൾ. വിശുദ്ധ യോഹന്നാൻ 3-ാം അധ്യായം. ക്വസ്റ്റ്യൻ നമ്പർ 142. രാത്രിയിൽ യേശുവിന്റെ അടുത്ത് വന്ന യഹൂദ പ്രമാണി ആര്? ഉത്തരം നിക്കോദേമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 143. നിക്കോദേമോസ് യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? ഉത്തരം റബ്ബി. ക്വസ്റ്റ്യൻ നമ്പർ 144. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഡാഷ് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. പൂരിപ്പിക്കുക. ഉത്തരം അടയാളങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 145. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ഡാഷ് കാണാൻ കഴിയുകയില്ല. പൂരിപ്പിക്കുക. ഉത്തരം ദൈവരാജ്യം. ക്വസ്റ്റ്യൻ നമ്പർ 146. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എന്നതിൻ്റെ ഗ്രീക്ക് മൂലം. ഉത്തരം ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ. ക്വസ്റ്റ്യൻ നമ്പർ 147. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചതാര്? ഉത്തരം നിക്കോദേമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 148. നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? യേശു ആരോടാണ് ഇത് ചോദിച്ചത്? ഉത്തരം നിക്കോദേമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 149. യേശു എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? ഉത്തരം അറിയുന്നവയെ പറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 150. യേശു എന്തിനെ കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? ഉത്തരം കണ്ടവയെ പറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 151. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഡാഷ് അല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഉത്തരം മനുഷ്യപുത്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 152. മോശ എവിടെയാണ് സർപ്പത്തെ ഉയർത്തിയത്? ഉത്തരം മരുഭൂമിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 153. ആരാണ് പ്രകാശത്തെ വെറുക്കുന്നത്? ഉത്തരം തിന്മ പ്രവർത്തിക്കുന്നവൻ. ക്വസ്റ്റ്യൻ നമ്പർ 154. ആരാണ് വെളിച്ചത്തിലേക്ക് വരുന്നത്? ഉത്തരം സത്യം പ്രവർത്തിക്കുന്നവൻ. ക്വസ്റ്റ്യൻ നമ്പർ 155. സത്യം പ്രവർത്തിക്കുന്നവന്റെ പ്രവർത്തികൾ ഡാഷ് ചെയ്യുന്നവയെന്ന് വെളിപ്പെടുത്തുന്നു. പൂരിപ്പിക്കുക. ഉത്തരം ദൈവൈക്യത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 156. യേശുവും നിക്കോദേമോസും സംസാരിച്ചതിന് ശേഷം യേശുവും ശിഷ്യന്മാരും എവിടേക്കാണ് പോയത്? ഉത്തരം യൂദയാദേശത്തേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 157. യേശു എവിടെ വെച്ചാണ് സ്നാനം നൽകിയത്? ഉത്തരം യൂദയാദേശത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 158. യോഹന്നാൻ എവിടെയാണ് സ്നാനം നൽകിയിരുന്നത്? ഉത്തരം സാലിമിനടുത്തുള്ള ഏനോനിൽ. ക്വസ്റ്റ്യൻ നമ്പർ 159. ആര് തമ്മിലാണ് ശുദ്ധീകരണത്തെ പറ്റി തർക്കമുണ്ടായത്? ഉത്തരം അവന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും. ക്വസ്റ്റ്യൻ നമ്പർ 160. അടുത്തു നിന്ന് മണവാളിനെ ശ്രവിക്കുന്ന ഡാഷ് അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. ഉത്തരം സ്നേഹിതൻ. ക്വസ്റ്റ്യൻ നമ്പർ 161. എല്ലാവർക്കും ഉപരിയായിട്ടുള്ളവൻ ആരാണ്? ഉത്തരം ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ. ക്വസ്റ്റ്യൻ നമ്പർ 162. ആരാണ് ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നത്? ഉത്തരം ദൈവം അയച്ചവൻ. ക്വസ്റ്റ്യൻ നമ്പർ 163. പുത്രനിൽ വിശ്വസിക്കുന്നവന് ഡാഷ് ലഭിക്കുന്നു. പൂരിപ്പിക്കുക. ഉത്തരം നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 164. പുത്രനെ അനുസരിക്കാത്തവൻ ദർശിക്കാത്തത് എന്ത്? ഉത്തരം ജീവൻ.
ക്വസ്റ്റ്യൻ നമ്പർ 165. പുത്രനെ അനുസരിക്കാത്തവന്റെ മേൽ ഡാഷ് ഉണ്ട്. ഉത്തരം ദൈവകോപം.